സാർ, ബംഗാളിലെ ബഹാറാംപൂർ എം പിയാണ് ക്രിക്കറ്റ് താരം കൂടിയായ യൂസഫ് പത്താൻ. യൂസഫ് പത്താൻ കഴിഞ്ഞ ദിവസം അധീന മോസ്കിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കുറച്ച് ചിത്രങ്ങൾ പുറത്തുവിട്ടു. ഇത് നമ്മുടെ ഒരു ഹൈന്ദവ ക്ഷേത്രമാണെന്ന് നേരത്തെ തന്നെ BJP അവകാശവാദം ഉന്നയിച്ച ശരിക്കും ഒരു വിവാദമായി മാറിയില്ലേ സംഭവങ്ങൾ? MP എന്നുള്ള നിലയ്ക്ക് യൂസഫ് പത്താൻ വർഗീയത കളിച്ചതാണ്. യൂസഫ് പത്താന് ഒന്നാമത് അവിടുത്തുകാരനല്ലല്ലോ അയാളെ തൃണമൂൽ കോൺഗ്രസ് അവിടെ 52% മുസ്ലിങ്ങളുള്ള ഒരു മേഖലയിൽ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നത് തന്നെ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി വർഗീയത കളിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. അപ്പോൾ ഈ BJP മുമ്പ് തൊട്ടേ ആദിനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശിവക്ഷേത്രമാണ് എന്ന് പറയുന്ന ഒരു മോസ്ക് ആണിത്. കാരണം അദീന മോസ്കിലെ അദീന അതിന് വേറെ വെള്ളിയാഴ്ച എന്നോ മറ്റോ അർത്ഥം അറബി ഭാഷയിലുണ്ടെന്നാണ് പറയണേ. പക്ഷെ അത് ആദിനാഥൻ്റെ അദീന അതിൽ നിന്നുള്ളതാണെന്നാണ് BJPയുടെ വാദം. അപ്പോൾ ആദിനാഥ ക്ഷേത്രം തകർത്ത് പണിത ഒരു മോസ്കാണ് അദീന മോസ്ക് എന്ന് BJP കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ BJP അങ്ങനെ ആദിനാഥ ക്ഷേത്രം എന്ന് അവകാശപ്പെടുന്ന ഒരു തർക്ക മന്ദിരത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് യൂസഫ് പത്താൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ തന്നെ ഇത് പണിത കാലത്ത് അവിടുത്തെ ഷാ ഡൈനാസ്റ്റി ഭരണവംശം ബംഗാളിലെ 14-ാം നൂറ്റാണ്ടിൽ പണിത കാലത്ത് ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മോസ്കുകളിൽ ഒന്നായിരുന്നു. ഒരുപാട് വലിപ്പവും വിസ്തൃതിയും ഒരുപാട് സ്ഥലവും ഒക്കെ ഉള്ളതാണ് ഈ മോസ്ക്. ഇപ്പോൾ കുറച്ചൊക്കെ ജീർണിച്ച നിലയിലാണ്. അപ്പോൾ ഇത് മാൾഡയിലാണ്. ബഹ്റാംപൂർ MP ആണ് യൂസഫ് പത്താൻ. തൃണമൂൽ കോൺഗ്രസ് ആലോചിച്ച് തന്നെ ചെയ്ത ഒരു പദ്ധതി ആകാനാണ് വഴി. സ്വയം ചെയ്തതാകണം എന്നില്ല യൂസഫ് പത്താൻ. അപ്പോൾ ഒക്ടോബർ 16-നാണ് യൂസഫ് പത്താൻ കഴിഞ്ഞ ദിവസം ആണ് പോയത്. എന്നിട്ട് യൂസഫ് പത്താൻ ഇത് പങ്കുവച്ചപ്പോൾ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായ വാസ്തുശില്പ കലയുടെ മാതൃകയാണ്, ഇതിന് വലിയ ചരിത്രപരമായ മൂല്യമുണ്ട് എന്ന് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ അയാൾ പറഞ്ഞിട്ടുണ്ട് ഇത് 14-ാം നൂറ്റാണ്ടിൽ സുൽത്താൻ സിക്കന്ദർ ഷാ പണിതതാണ്. ഇല്യാസ് ഷാഹി രാജവംശത്തിലെ മുസ്ലിം രാജവംശത്തിലെ 2ാമത്തെ ഭരണാധികാരിയായിരുന്നു സുൽത്താൻ സിക്കന്ദർ ഷാ. 1375 കാലത്ത് പണിതതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മോസ്ക് ആയിരുന്നു ആ കാലത്ത് എന്നും യൂസുഫ് പത്താൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ബംഗാൾ BJP വീണ്ടും പറഞ്ഞു ഒന്നുമല്ല, ഇത് ആദിനാഥ ക്ഷേത്രം ആണ്. ആദിനാഥ ക്ഷേത്രം തകർത്തുണ്ടാക്കിയതാണ്. ഇപ്പോഴും അവശിഷ്ടങ്ങൾ അവിടെ കാണാം. അതിൻ്റെ തൂണുകളിൽ താമര, ആന, ശിവൻ, ഗണേശൻ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ മുഖവും സ്ട്രക്ചേഴ്സും ഒക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഈ സിക്കന്ദർ ഷായെ അടക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഖബർ എന്നാണ് കാണുന്നത്. ബംഗാൾ സുൽത്താനേറ്റ്, ഈ ഡൽഹി സുൽത്താൻമാരുണ്ടായിരുന്നില്ലേ, ഡൽഹി മുഗൾ വംശം വരുന്നതിന് മുമ്പുള്ള സുൽത്താൻമാർ, ആ സുൽത്താൻമാർക്കെതിരെയൊക്കെ പോരടിച്ച് നിന്ന ഒരു ഭരണവംശമാണ് ഈ ബംഗാൾ സുൽത്താനേറ്റ് സുൽത്താൻമാർ. ബംഗാൾ പിന്നെ ഇന്ത്യൻ, ബുദ്ധിസ്റ്റ്, പേർഷ്യൻ വാസ്തുശില്പകലയൊക്കെ എല്ലാം കൂടി ചേർത്ത് ഒരു മിശ്രിതമായിട്ട് നമുക്ക് ഈ മോസ്കിൽ കാണാം. ദമാസ്കസിലെ ഉമ്മയ്യദ് മോസ്ക് മാതൃകയാക്കിയിട്ടാണ് ഇത് പണിതിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ കൊല്ലം ഒരു ഹിന്ദു പുരോഹിതൻ ഹിരൺമയ് ഗോസ്വാമി ഒരു കൂട്ടം ഹിന്ദുക്കളുമായിട്ട് ചേർന്നിട്ട് ഇവിടെ പൂജ നടത്തിയിരുന്നു ഭക്തർക്കൊപ്പം ഈ മോസ്കിൻ്റെ അകത്ത്. മാൾഡയിൽ 52% മുസ്ലിം ജനസംഖ്യയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശിവലിംഗം കണ്ടതായിട്ടൊക്കെ ഈ ഹിരൺമയ്
ഗോസ്വാമി പൂജ ചെയ്ത് പുറത്തു വന്നിട്ടെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ ജ്ഞാൻവാബി മധുര ക്ഷേത്രങ്ങളുടെയൊക്കെ കാര്യമൊക്കെ എടുക്കുന്ന ഹരിശങ്കർ ജെയിൻ എന്ന് പറഞ്ഞൊരു വക്കീലില്ലേ, ഹരിശങ്കർ ജെയിൻ മോദിക്കും ഷായ്ക്കും ഇത് ഇവിടെ പൂജ അനുവദിക്കണം, ഈ ആദിനാഥ ക്ഷേത്രത്തിൽ മാൾഡയിൽ അനുവദിക്കണം എന്ന് പറഞ്ഞ് കത്തുമൊക്കെ കൊടുത്തിരുന്നു, എഴുതിയിരുന്നു ഇതിന് ശേഷം. അപ്പോൾ ഇത് ധാരാളം വിഗ്രഹങ്ങൾ ഇതിൻ്റെ അകത്ത് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ അലങ്കാര കൊത്തുപണികൾ, അലങ്കാരപ്പണികൾ, ഇതൊക്കെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടത് ധാരാളം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ മേൽ അയോധ്യയൊക്കെ പോലെ തന്നെ പണിതുയർത്തിയതാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇസ്ലാമിക ഭരണമൊക്കെ വരുന്നതിന് മുമ്പുള്ള പ്രീ ഇസ്ലാമിക് ടെമ്പിൾ, അതിൽ നിന്നുള്ള കല്ലുകൾ, ഇസ്ലാമൊക്കെ വരുന്നതിന് മുമ്പുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കല്ലുകൾ കൊണ്ട് പണിതിരിക്കുന്നതാണ്. അത് മറ്റേ ഡൽഹിയിലെ മറ്റേ വിജയസ്തൂപം എന്നൊക്കെ പറയുന്ന കുത്തബ് മിനാർ 27 ക്ഷേത്രങ്ങൾ തകർത്ത് അതിൻ്റെ കല്ലുകൾ കൊണ്ട് പണിതാണെന്ന് മുമ്പ് ഞാൻ കുത്തബ് മിനാറിൽ പോയപ്പോൾ അവിടെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പോയപ്പോൾ ആ ബോർഡ് അവിടെ കാണാനില്ല. മൻമോഹൻ സിംഗിൻ്റെ കാലത്തോ മറ്റോ എടുത്ത് കളഞ്ഞു എന്ന് തോന്നുന്നു. 27 ക്ഷേത്രം തകർത്തിട്ടാണ് ഇത് പണിത് എന്നൊക്കെ അവിടെ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആന നർത്തകിമാരുടെ ശില്പങ്ങൾ, അലങ്കാരങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സംരക്ഷിത സ്മാരകമാണ്. അപ്പോൾ ASI സമ്മതിച്ചാൽ പൂജ ചെയ്യാവുന്നതാണ്. അപ്പോൾ ASI രേഖയിൽ പറയുന്നത് ഈ വലിയ മോസ്ക് 1369 സിക്കന്ദർ ഷാ പണിതു എന്നാണ്. arcnet.org എന്ന് പറഞ്ഞ ആർക്കിയോളജി പുരാവസ്തു സൈറ്റിൽ പറയുന്നത് 39 മിഹ്റാബുകൾ ഈ മോസ്കിലുണ്ട്. സ്വഭാവത്തിൽ ഇസ്ലാമിക് ആണ്, പക്ഷെ മൊത്തത്തിൽ ഹിന്ദു ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തൂണുകളൊക്കെ താമര പോലെ ആണ്. ബാദ്ഷാ തക്തിലേക്കുള്ള, അതായത് രാജാവിൻ്റെ സന്നിധി എന്നുള്ള അർത്ഥം വരുന്ന ബാദ്ഷാ തക്തിലേക്കുള്ള ഒരു വാതിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിന് വേണ്ടി ഉണ്ടാക്കിയ വാതിലാണ് എന്ന് ആ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രവാതിൽ പോലെയാണ് മുഖ്യ സ്ഥലത്തേക്കുള്ള വാതിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മാൾഡയിൽ പാന്തുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മോസ്ക്. പാന്തുവ ഈ ഭരണവംശത്തിൻ്റെ, സിക്കന്ദർ ഭരണവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ പാന്തുവ. തലസ്ഥാനത്ത് ക്ഷേത്രങ്ങളൊക്കെ തകർത്ത് പണിത മോസ്കാണത്. 1353 1359 ഡൽഹി സുൽത്താൻ ഭരണത്തെ സിക്കന്ദർ തോൽപ്പിച്ചിരുന്നു. ഇവിടെ ബംഗാളിലേക്ക് കടക്കാനുള്ള അവരുടെ മോഹം തകർത്തിരുന്നു. ഇയാൾക്കും ഒരു സാമ്രാജ്യത്വ മോഹം ഉണ്ടായിരുന്നു സിക്കന്ദറിന്. 1373 തുടങ്ങി മോസ്ക് 1375 പണിതീർന്നത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ബുദ്ധിസ്റ്റ് ഈ വൃക്ഷങ്ങളില്ലേ, അങ്ങേർക്ക് ജ്ഞാനല്ലേ കിട്ടിയത്, ജ്ഞാനോദയം ഉണ്ടായത്, ബോധോദയം ഉണ്ടായത് ആൽമരത്തിൻ്റെ ചൂട്ടിലാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് കൽപ്പത്തരു ഇതിൻ്റെ ഈ ഡിസൈനിൽ പല സ്ഥലത്തും അത് ബുദ്ധിസ്റ്റ് സ്ട്രക്ചേഴ്സ് ഒക്കെ പൊളിച്ചു കൊണ്ടുവന്നതായിരിക്കും. കൽപ്പത്തരു വൃക്ഷങ്ങൾ കാണുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഗണേശ ശിവ വിഗ്രഹങ്ങൾ പോലെ അത് നമ്മൾ നോക്കിയാലും നമുക്ക് കാണാം. മുഖങ്ങളൊക്കെ അതുപോലെയൊക്കെ കാണാം. അപ്പോൾ 2022 ഈ തർക്കം രൂക്ഷമായിരുന്നു ഇതിനെ സംബന്ധിച്ച്. BJPയുടെ വൈസ് പ്രസിഡന്റ് ബംഗാളിലെ രതീന്ദ്ര ബോസ് പറഞ്ഞിരുന്നു, ഇതിൻ്റെ ഈ മോസ്കിൻ്റെ അടിയിൽ ആദിനാഥ ക്ഷേത്രം ഉണ്ട്, മസ്ജിദിൻ്റെ അടിയിൽ ആദിനാഥ ക്ഷേത്രം ഉറങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു തർക്ക സ്ഥലം അവിടെ പോയിട്ടാണ് യൂസുഫ് പത്താൻ ഈ ഫോട്ടോകളെടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രകോപനം സൃഷ്ടിക്കുക. തെരഞ്ഞെടുപ്പ് അവിടെയും വരാൻ പോവല്ലേ, ബീഹാറൊക്കെ കഴിഞ്ഞാൽ അവിടെയും
പിന്നെ കേരളം ഒക്കെ ഒന്നിച്ചല്ലേ തെരഞ്ഞെടുപ്പൊക്കെ വരേണ്ടത്. അതെ. അപ്പോൾ അതൊക്കെ ലാക്കാക്കി വീണ്ടും ഇത് കുറച്ച് നാൾ മുമ്പ് ഈ പുരി ക്ഷേത്രത്തിൻ്റെ മാതൃകയിലൊരു ക്ഷേത്രം അവിടെ മമതാ ബാനർജി പണിയൊക്കെ ചെയ്തിരുന്നല്ലോ. അതെ. അവർ കുറച്ച് സോഫ്റ്റ് ഹിന്ദുത്വം കളിക്കുന്നു. ഈ യൂസഫ് പത്താനെ പോലെയുള്ളവരെ വെച്ചിട്ട് മുസ്ലിം വർഗീയതയും കളിക്കുന്നു. ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഈ മതസ്പർദ്ധയൊക്കെ ആളിക്കത്തിച്ച് ഈ ഭാഗത്ത് ഈ 52% നിലനിർത്തുക അല്ലേ. അതെ. പിന്നെ ഇത് ആളിക്കത്തിച്ചു കഴിഞ്ഞാൽ ബംഗാളിൽ മൊത്തം കത്തുമല്ലോ. ഇപ്പം തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ലേ. അതെ അതെ. അപ്പോൾ അതുപോലെ യൂസഫ് പത്താൻ ഈ പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.